السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعطرته والصالحين أجمعين وبعد. ആദരണീയരായ തങ്ങളവർകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ ഉള്ള സഹോദരീ സഹോദരന്മാരെ, കാരണവന്മാരെ, ഈ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചെത്തിയ വിജ്ഞാന കുതുകികളുടെ സദസ്സാണ്. നമ്മൾ നബിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പഠനം എപ്പോഴും സാഹചര്യങ്ങൾക്ക്, കാലത്തിന്, തേട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. കാലം ഒരു വഴിക്ക് ഒഴുകുന്നു, നമ്മുടെ പഠനയാത്രകൾ മറ്റേതോ വഴിക്ക് ഒഴുകുന്നു. ഒരു പക്ഷേ സമാന്തരമായിട്ടാകാം ഒഴുക്ക്. ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടൂല. ആലോചിച്ചാൽ നമുക്കത് പെട്ടെന്ന് ബോധ്യപ്പെടും. കാലമുയർത്തുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? കാലം തേടുന്ന അറിവുകൾ ഏതൊക്കെയാണ്? അത് നൽകപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള പഠനാവസരങ്ങൾ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറയും തഖ്രീബ്, അഥവാ ഈ പഠനാവസരങ്ങൾ തമ്മിൽ ഒരു ദിശയിൽ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ അനുയോജ്യമായ ശാന്തമായ സമയത്ത് സുദീർഘമായി ആലോചിക്കാനിരിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ കേവലമായ ഒരു ചടങ്ങായി പരിമിതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നബിയെ ഓർക്കുന്നത്, നബിയെക്കുറിച്ച് പറയുന്നത് പുണ്യകർമ്മമാണ് എന്ന് നമുക്കൊക്കെ വിശ്വാസമുണ്ട്. അത് അനുഗ്രഹീതമാണ്, ബറക്കത്ത് കിട്ടുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ വെച്ച് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാലത്തെക്കുറിച്ച് നല്ല ധാരണ നമുക്ക് വേണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഭൂമുഖത്ത് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരൻ്റെ ജീവിതം വേറിട്ട ജീവിതമാണ്. പടിഞ്ഞാറുള്ളവരുടെ ജീവിതം വേറിട്ട ജീവിതമാണ്. അറേബ്യയിലും മറ്റുമുള്ളവരുടെ ജീവിതം വേറിട്ട ജീവിതമാണ്. അവരവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതവും നബിയുടെ ജീവിതം നൽകിയിട്ടുള്ള സന്ദേശങ്ങളും ഒരേ ദിശയിൽ വരുന്നുണ്ടോ? അതാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം. അത് നമ്മുടെ കടമ. നബിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ, ലോകത്തിനാകെ അനുഗ്രഹമായി നിയുക്തരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനമാകുമ്പോൾ, ലോകത്ത് എവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതവും നബിയുടെ ജീവിതവും നേർദിശയിൽ വരണം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും സന്മാർഗം കാണിച്ചു കൊടുക്കാൻ നിയുക്തനായിട്ടുള്ള നബിയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇന്ന് ലോകത്തെ ആൾക്കാർ, ഇന്ത്യയിലെന്നല്ല ലോകത്ത് ആൾക്കാർ പ്രധാനമായി പരിഗണിക്കുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികളെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തേണ്ടത്. ആ സംഗതികളെക്കുറിച്ചാണ് നബിയുടെ സമീപനം എന്ത്,
ഇന്ന് ആധുനിക മനുഷ്യന് എത്തിച്ചേർന്നിട്ടുള്ള സമീപനങ്ങൾ എന്ത് എന്ന് ആലോചിക്കേണ്ടത്, അത് നേർരേഖയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. മനുഷ്യന്മാരുടെയൊക്കെ ജീവിതങ്ങളിൽ ശ്രദ്ധകൾ സംഭവിച്ചുകൊണ്ടിരിക്കും, വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വിശകലനം ചെയ്ത് കീറി മുറിച്ച് പരിശോധിക്കാനുള്ളൊരു ബാധ്യതയൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു ബാധ്യത ഇസ്ലാം ഏറ്റെടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും മനസ്സിലാവും. ഇപ്പം നമ്മളൊരു ചെറിയ മുസ്ലിം സമൂഹമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഇതിനൊക്കെ ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ച് ഒന്നാമത്തെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ തുറന്നാൽ നമുക്ക് തൃപ്തി വരുന്ന, നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കണിശമായ എത്ര ഉത്തരം കിട്ടും നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു കുടുംബത്തിൽ കാരണവർ മരിച്ചപ്പോൾ സ്വത്ത് വിഹിതം വെക്കണം. അപ്പോൾ എല്ലാ നിയമങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി ആർക്കെത്ര കൊടുക്കണമെന്ന് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു. പണ്ഡിതന്മാരുണ്ട് ഈ സദസ്സിൽ. ആ ചാർട്ട് വെച്ചിട്ട് ഏതൊക്കെ കുടുംബത്തിൻ്റെ സ്വത്ത് ഏതൊക്കെ അളവിൽ വിതരണം നടത്താൻ പറ്റും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പരിഹാരമില്ലാന്ന് കണ്ടപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു ഖദ്ദസ റൂഹഹു അദ്ദേഹത്തെ സമീപിക്കാൻ തീരുമാനിച്ചു. കാരണം സംഭവം നടക്കുന്ന സ്ഥലത്തെ പള്ളിയിലെ മൗലിയർ സദഖത്തുൽ വലിയരെ ശിഷ്യനായിരുന്നു. അപ്പം അദ്ദേഹം പാതി മയക്കത്തിലാണ്. കിടന്ന കിടപ്പിൽ ഇയാൾ ചോദിച്ച അതീവ സങ്കീർണമായ ആ വിഹിതം വെക്കൽ പ്രശ്നത്തിൻ്റെ ചാർട്ട് പേനെടുത്തോ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് കാണാപ്പടം പറഞ്ഞു കൊടുത്തു. ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടുത്തെ റൂളറായിട്ട്, ഭരണാധിപനായിട്ട്, ജസ്റ്റിസായിട്ട് എല്ലാം കൂടിയാണ് താങ്കളെ പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഉത്തരങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ അനുസരിച്ച് ഉത്തരം കൊടുക്കും. റസൂലുള്ളാഹി ചോദിച്ചു, ഖുർആനിൽ കണ്ടില്ലെങ്കിലോ? അങ്ങയുടെ ചര്യ അനുസരിച്ച്, നബിയെ തിരു സുന്നത്തനുസരിച്ച് ഉത്തരം കൊടുക്കും. അവിടെയും കണ്ടില്ലെങ്കിലോ? അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅജ്തഹിദു റഈ, ഞാൻ ഇത് രണ്ടും വെച്ച് അതിൽ നിന്ന് തുലനങ്ങൾ ചെയ്ത് വിധി കണ്ടെത്താൻ ഞാൻ പരിശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് എന്നവരെ അനുഗ്രഹിച്ചു വിട്ടു എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഖുർആനിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകളാണ് പറയുന്നത്. വിശദാംശങ്ങൾ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. പണ്ഡിതന്മാരാരോ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ വിധികൾ പറയുന്ന ആയത്തുകൾ വളരെ പരിമിതമാണ്, 500 ആയത്തൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. കാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, കാലത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കൊടുക്കേണ്ടത് ഖുർആനും സുന്നത്തും അതിനു ശേഷമുള്ള ഇജ്മാ, ഖിയാസ് തുടങ്ങിയിട്ടുള്ള പ്രധാന വഴികൾ ധാരാളമായി നന്നായി പഠിച്ച് തന്മയത്വം നേടി കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ്. പരിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. ഓരോ കാലത്തും ആ കാലത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ അതത് കാലങ്ങളിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ പഠിച്ച്
ഉത്തരം നൽകേണ്ടതാണ്. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ചിലതാണ്. അറേബ്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ചിലതാണ്. യൂറോപ്പിലും അമേരിക്കയിലും മറ്റു വൻകരകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ചിലതാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആ കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് ഇതൊക്കെ വളരെ കൃത്യമായ ആൻസറുകൾ, ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പഠന വിധേയമാക്കുക, അത് വിശകലന വിധേയമാക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ കണ്ടെത്തി നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതി അല്ല ശരി. ഇപ്പം ലോകം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ പറയാം. പഴയ സമൂഹങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു. തർക്കണ്ടോടെ ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പിന്നാക്കം പോന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയും, എൻ്റെ വളരെ പരിമിതമായ അറിവ് വെച്ച്. സ്ത്രീകളോടുള്ള സമീപനമാണ് ഒന്ന്. ഇവിടെ ഇപ്പം നടന്ന ഞാൻ കേട്ട ഒന്ന് രണ്ട് സംസാരങ്ങളിലും അങ്ങോട്ട് സൂചനയുണ്ടായി. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ഇസ്ലാം ദീൻ കൊടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. അതുപോലെ മനുഷ്യാവകാശങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് മറ്റൊരാരോപണം. ജനാധിപത്യ നിയമങ്ങൾ മാനിക്കുന്നില്ല എന്നാണ് വേറെ ഒരാക്ഷേപം. അതിന് തെളിവായിട്ട് കുറേ അറബി രാജ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സമീപത്തൊക്കെ തന്നെയുള്ള ചില ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളെ ഉദാഹരണമായിട്ട് ചിലരെടുത്ത് കാണിക്കും. എവിടെയാണ് ജനാധിപത്യം ഉള്ളത്? ജനാധിപത്യം എങ്ങനെയാണ് അവസാനത്തെ ശരിയാകുന്നത്? അതൊക്കെ വിശാലമായ ചർച്ച നടക്കേണ്ട വിഷയമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ ഇസ്ലാം അമാന്തം കാണിച്ചു എന്ന് പറയുന്ന പരിഷ്കൃത രാജ്യങ്ങൾ സ്ത്രീക്ക് സ്വത്തവകാശം കൊടുക്കാൻ തുടങ്ങിയത്, സ്ത്രീക്ക് ഉടമസ്ഥത അനുവദിച്ചു കൊടുത്തത് ഈ നൂറ്റാണ്ട് പറഞ്ഞതിന് ശേഷമാണ്. സ്ത്രീക്ക് സ്വന്തം കാര്യം സ്വന്തമായി തീരുമാനിക്കാൻ പറ്റും എന്ന് അവർ തീരുമാനിച്ചത് ഈ നൂറ്റാണ്ട് ജനിച്ചതിന് ശേഷമാണ്. സ്ത്രീക്ക് ആത്മാവുണ്ട് എന്ന് അവർ അംഗീകരിച്ചത് ഈയിടെയാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയാണ്. ആയിഷ ബീവിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കല്യാണം ചെയ്തു. നബി ചെറിയ കുട്ടിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം ചെയ്തു എന്നാണ് വലിയ ആക്ഷേപം. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ പിതാവായി ഇന്നും കരുതുന്ന ഗാന്ധിജി കല്യാണം ചെയ്തത് കുട്ടിയല്ലേ? അപ്പോൾ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ അന്വേഷിക്കുമ്പോൾ പിതാവ് ആദ്യം പറഞ്ഞ തടസ്സം, ഇതിനു മുമ്പ് ഒരാലോചന വന്നു കിടക്കുന്നുണ്ട്, അത് തീർപ്പാക്കട്ടെ എന്നാ. ആ സമൂഹത്തിൽ ആ പ്രായത്തിൽ കൊച്ചു കുട്ടികളെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായം നിലവിലുണ്ട്. അതനുസരിച്ച് വിവാഹാലോചന നടക്കുകയാണ്. ചരിത്രം പറയുന്നതനുസരിച്ച്, നമ്മൾ കാണുന്നതനുസരിച്ച് ആയിഷ ബീവിയെ അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്നത് അത് രണ്ടാം അന്വേഷണമാണ്. ഒന്നാം അന്വേഷണം ആ നാട്ടിലുള്ള വേറെ ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൺക്ലൂഡ് ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, അത് ആ കാലത്തുണ്ടായിരുന്നു, ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഈ സമൂഹത്തിലുള്ളത്? ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർ ഈ ഭാഗത്ത് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഇനിയും കല്യാണം നടക്കാത്ത പെൺകുട്ടികളാണ് ഇരിക്കുന്നത്. ഇവിടെയും ഒരുപാട് ആൾക്കാർ കല്യാണം ചെയ്യാത്തവരുണ്ട്, കല്യാണം ചെയ്തവരുണ്ട്. ഇത്രയും വലിയൊരു സദസ്സിൽ 6 വയസ്സുകാരിയെ 7 വയസ്സുകാരിയെ
ശൈശവ വിവാഹം നടത്തി എത്ര ആളുണ്ട്? ഒരാൾ പോലും ഇല്ല. ജനാധിപത്യത്തിൻ്റെ കാര്യം പറയുന്നു. അത് മറ്റേ കാര്യം തന്നെ ഒന്നും ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം ചെയ്യുമ്പോൾ ആയിഷ എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹ ഒരു സ്ത്രീയെ മാത്രമാണ്, പ്രായം കുറഞ്ഞ സ്ത്രീയെ കല്യാണം ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ കല്യാണങ്ങളും വിധവകളെയോ വൃദ്ധകളെയോ ആണ്. ഇരിക്കട്ടെ, ജനാധിപത്യത്തിൻ്റെ കാര്യം പറയാം. ജനാധിപത്യം ഇന്ന് ചിട്ടപ്പെട്ടതുപോലെ പഴയ കാലത്ത് ചിട്ടപ്പെട്ടിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ ജനാധിപത്യത്തിൻ്റെ ആ ഔത്കൃഷ്ട്യം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അംറുഹും ശൂറാ ബൈനഹും, കാര്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെ ജനഹിതം നോക്കിയിട്ട് നടക്കണമെന്നർത്ഥം. വശാവിറുഹും ഫിൽ അംരി, കൂടിയാലോചിച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച ജീവിതം, ആ ജീവിതം പിന്നീട് സഹാബത്ത് ഖുലഫാ ജീവിച്ച് കാണിച്ചത് എങ്ങനെയാണ്? ജനാധിപത്യ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂതന്റെ കുത്തേറ്റ് മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത ഭരണാധിപനെ നിശ്ചയിക്കാനുള്ള ചുമതല ഒരാറംഗ സമിതിക്ക് കൊടുക്കുകയാണ്. ആ സമിതിയുടെ കൺവീനർ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടുത്ത ഭരണാധിപൻ ആരാകണം എന്ന കാര്യത്തിൽ മദീന, നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അരിച്ചു പെറുക്കി അഭിപ്രായം തേടി. 18 വയസ്സാകാൻ കാത്തിട്ടില്ല, ചെറിയ കുട്ടികളോട് പോലും അടുത്ത ഭരണാധിപൻ ആരാവണമെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്കണമെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവസാന കൺക്ലൂഷനിൽ എത്തുന്നത് മദീന സമൂഹത്തിലെ വൃദ്ധയായ പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. കൂടിയാലോചന ഉണ്ട്, ജനാധിപത്യമുണ്ട്, പാർലമെന്റ് ഉണ്ട്, നിയമസഭ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ കൗൺസിലുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പരിഷ്കൃത രൂപം ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്ലാം ദീനാണ്. മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. വായടച്ച് വെക്കുകയാണ്. മനുഷ്യന് സംസാരിക്കാനും ചിന്തിക്കാനും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. മഹാനായ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവനിഷേധികൾ, അല്ലല്ല എന്ന് പറയുന്ന ആൾക്കാർ, മുസ്ലിങ്ങൾ ജീവിക്കുന്നിടത്ത് അല്ലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ കഴുത്ത് വെട്ടുന്നാണ് ഇവിടെ കുപ്രചരണം നടത്തുന്നത്. വളരെ പ്രമുഖനായ ഭൂമി കണ്ട രാജാക്കന്മാരിൽ തന്നെ ശ്രദ്ധേയനായ മൻസൂർ ഭരിക്കുന്ന കാലാണ്, അബ്ബാസി മൻസൂർ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വാദപ്രതിവാദം നടന്നു, അല്ലുണ്ടോ ഇല്ലേന്ന്. ആ വാദപ്രതിവാദത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, അതിൽ കാര്യമില്ല. അപ്പോൾ അവർ ചർച്ചകൾ അനുവദിച്ചിരുന്നു, അവർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അവർ മനുഷ്യൻ്റെ ചിന്താ സ്വാതന്ത്ര്യം തുറന്നു വിട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യം ഭരണാധിപനായിട്ട് വരുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, അത് ലോകപ്രസിദ്ധമാണ്, ചരിത്രകാരന്മാരൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, ഞാൻ മനുഷ്യനാണ്, എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് ഈ ഭരണ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങളിൽ ഉത്തമനൊന്നുമല്ല, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. ഞാൻ ശരിയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പിന്തുണക്കണം. ഇത് ഖലീഫ ആയതിനു ശേഷം, ഇവിടെ പിന്നെ ഖലീഫ ആയതിനു ശേഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി ആയതിനു ശേഷം പിന്നെ ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം.
രാജാക്കന്മാരുടെ ഇടയിലില്ല, എന്നാൽ ജനായത്ത രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിലും ഇല്ല. പിന്നെ 5 കൊല്ലത്തിനും ഉണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ 10 കൊല്ലത്തിന് 2 ടേം 8 കൊല്ലത്തിന് ശേഷം പിന്നെ ഉണ്ടാൻ പാടില്ല. ഇതങ്ങനല്ല. ഭരണ ചുമതല ഏറ്റെടുത്ത് ആദ്യ പ്രസംഗത്തിൽ തന്നെ ജനങ്ങൾക്ക് ഓപ്പൺ അവസരം കൊടുക്കുകയാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സദസ്സിൽ നിന്നൊരാൾ, അവർ മരുഭൂമിയിൽ നടക്കുന്ന ആൾക്കാരാണ്, ഇഴജന്തുക്കളെ, ഹിംസ്ര ജന്തുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുധമൊക്കെ കയ്യിലുണ്ടാവും, വാള് കയ്യിലുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ആ വാൾ ഉയർത്തിയിട്ട് പറഞ്ഞു, തെറ്റ് ചെയ്താൽ ഈ വാള് കൊണ്ട് ശരിയാക്കുന്നു. ചിന്താ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സമൂഹമാണത്. അപ്പം ഞാൻ പറയുന്നത്, ആധുനിക കാലത്ത് മനുഷ്യൻ വിലമതിക്കുന്ന മഹോന്നതങ്ങളായ വലിയ മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾക്കൊക്കെ അസ്ഥിവാരമിട്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. 1500 കൊല്ലം മുമ്പ് ആ കാര്യം നടന്നിട്ടുണ്ട്. ഇന്നും അത് നിലനിൽക്കുന്നു. പിന്നെ അത് തിരുത്തണം, അതിൽ തെറ്റുണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണുള്ളത്? ഒരു കാര്യം 1500 കൊല്ലം, പലരും പറയണം 1500 കൊല്ലമായില്ലേ തിരുത്തണ്ടേ. അങ്ങനെയാണെങ്കിൽ 1500 കൊല്ലല്ല, 1500 കോടി കൊല്ലോ അല്ല, അതിലപ്പുറമായിട്ടുണ്ടാവും സൂര്യൻ ഉണ്ടായിട്ട്. തിരുത്താൻ പറ്റുമോ? ഭൂമിയും ചക്രവാളങ്ങളൊക്കെ ഉണ്ടായിട്ട് പഴയതൊക്കെ തിരുത്തണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പ്രസക്തമാണോ, നിലനിൽക്കുന്നതാണോ, അത് നിലനിൽക്കണം. അതിന് കാലപ്പഴക്കം ചെല്ലും തോറും വിശ്വാസ്യത കൂടും. നിങ്ങളുടെ ഒരു തുണിക്കച്ചവടത്തിൻ്റെ പീടിക ഉണ്ടെങ്കിൽ അത് 50 കൊല്ലം പഴക്കമുള്ളതാണ്, 100 കൊല്ലം പഴക്കമുള്ളതാണ് എന്ന് പരസ്യപ്പെടുത്തുകയാണ്, പരസ്യപലകയിൽ എഴുതി വെക്കുകയാണ്. കാലപ്പഴക്കം ഒരു ദോഷമാണെങ്കിൽ ആരെങ്കിലും അത് എഴുതി വെക്കുമോ? അപ്പോൾ ഇത് കാലപ്പഴക്കം പറ്റിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. പ്രസക്തമാണോ അല്ലേ എന്നുള്ളതാണ്. പ്രസക്തമായത് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആളുകൾ കൊണ്ടാടുന്ന പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്തതുപോലെ ഗ്രീക്കുകാർ വലിയ സംസ്കാരമുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നബിൻ്റെ മുമ്പത്തെ കാലമാണല്ലോ. പക്ഷേ നബിയാണ് തിരുത്തുകൊണ്ടുവന്നത്, പ്രായോഗികമായ തിരുത്തുകൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പെണ്ണിന് അവകാശമില്ല എന്നാണ് പറയണത്, സ്വത്തിന് അവകാശമില്ല. ആണിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ആളാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഖുർആനിലുള്ളത് ഉണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നുണ്ട്, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ പറയുന്നത്, അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണം. ആണിൻ്റെ പകുതി മരിച്ചയാളുടെ പിതാവിൻ്റെ സ്വത്തിൽ ആണിൻ്റെ പകുതി അവകാശം പെണ്ണിന്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പതിവ് പോലെ വിധികളൊക്കെ ഇറങ്ങുമ്പോൾ ഉടനെ വൈകാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ആളുകൾ വരും. പെണ്ണുങ്ങളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പെണ്ണുങ്ങൾ വരും. സ്വാതന്ത്ര്യമുള്ള പെണ്ണുങ്ങളാണ്, തുറന്ന് പറയാൻ ആർജവമുള്ള പെണ്ണുങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉള്ള സമയത്ത് ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്ത്രീകളുടെ പ്രതിനിധിയായി ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആണുങ്ങളുടെ പാതി, ഞങ്ങൾക്കും തുല്യമായിട്ട് സ്വത്തിലെ അവകാശം വേണം. മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെല്ലുനേരം മിണ്ടാതിരുന്ന് മൗനം ഭജിച്ച് അള്ളാഹുവിൻ്റെ തീർപ്പ് വഹ്യ് കിട്ടിയപ്പോൾ മറുപടി കൊടുത്തു. ആ മറുപടിയാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു അത്തഫ്സീറുൽ കബീർ, ബൃഹത്തായ വലിയ തഫ്സീറിൽ പറയുന്നതാണ്. എല്ലാവർക്കും സ്വീകാര്യമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആണുങ്ങളുടെ പകുതി തുല്യമായിട്ട് വേണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധി വഹി കാത്തിരുന്ന് പെണ്ണ് അവിടെ ഉള്ളപ്പോൾ തന്നെ ആയത്തിറങ്ങി അള്ളാഹിൻ്റെ റസൂല് മറുപടി കൊടുത്തു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പെണ്ണുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത. എന്തിനാണ് പണം? സ്വത്തിലെ അവകാശം എന്തിനാണ്? പണം എന്തിനാണ്? ജീവിക്കാൻ ആവശ്യമായതൊക്കെ അള്ളാഹ് ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവർ
സ്വന്തം പണം ചെലവഴിക്കുന്നത് കൊണ്ട്. അപ്പൊ സ്വന്തം പണം ചെലവഴിക്കണം. അപ്പോ സമ്പാദിക്കുന്നിടത്തും കൂടുതൽ സ്ഥാനം, കൂടുതൽ വിഹിതം വേണം. ഈ മറുപടി കിട്ടിയപ്പോൾ ചോദ്യം ചോദിച്ചു വന്ന പെണ്ണ് സംതൃപ്തിയായി തിരിച്ചുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സ്ത്രീകൾക്ക് അവശ ജനവിഭാഗങ്ങൾക്കൊക്കെ കൂടുതൽ പരിരക്ഷയുണ്ട്. നബിയുടെ ജീവിതം അങ്ങനെയാണ്. ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു കൊച്ചു സംഭവം ഞാൻ ഓർക്കുകയാണ്. സിംബായിൽ ഹുസായി എന്നായിട്ട് പറഞ്ഞിട്ട് ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. ഒരു സിംബായ് ക്രിസ്ത്യനാണ്. അയാളുടെ വീട്ടിലെ വേലക്കാരൻ സിന്ദർ വേലക്കാരിയെ ചുംബിച്ചു. ഇയാള് ഇതറിഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? മൂക്ക് ചെത്തി, ചെവി ചെത്തി, ജനനേന്ദ്രിയവും ചെത്തി. പിന്നെ ഒന്നിനും പറ്റാത്ത ജീവൻ അവശേഷിക്കുന്ന ഒരു പേക്കോലമായിട്ട് ഇയാൾ അവശേഷിച്ചു. രക്ഷിക്കാൻ ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കേസെത്തി. ഈ സിംബായിനെ നബി വിളിച്ചു വരുത്തി. ചെയ്തത് മഹാക്രൂരതയാണ്, തെറ്റാണ്. ഇയാൾ അടിമയാണ്. ഈ ക്രിസ്ത്യൻ ഇയാൾ അടിമയായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടിമകളോട് ഇങ്ങനെ ചെയ്താൽ, ചിത്രവധം നടത്തിയാൽ, അംഗച്ഛേദം നടത്തിയാൽ അടിമത്വത്തിൽ നിന്ന് അയാൾ സ്വയം മുക്തനാകും. അതാണ് എൻ്റെ റൂളിംഗ്. അങ്ങനെ അയാൾ അടിമത്വത്തിൽ നിന്ന് മോചിതനായി. അയാൾക്ക് ആര് ഭക്ഷണം കൊടുക്കും? ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഏറ്റെടുത്തു. കാരണം നബിയാണ് രാജ്യം ഭരിക്കുന്നത്, സർക്കാർ ഏറ്റെടുത്തു എന്ന് മറ്റൊരു ഭാഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ ഈ മനുഷ്യൻ, അടിമത്വത്തിൽ നിന്ന് മോചിതനായ, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത, ജനനേന്ദ്രിയമില്ലാത്ത ഈ മനുഷ്യൻ അള്ളാഹിൻ്റെ റസൂലിനെ സമീപിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അതിൻ്റെ ഇടയിൽ അദ്ദേഹം പിന്നെ മുസ്ലിമായി എന്നും കൂടിയുണ്ട്. ഇത്രയൊക്കെ ഗുണം ചെയ്തപ്പോൾ അയാൾ സ്വയം പ്രേരിതനായിട്ട് മുസ്ലിമായി. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഈ കാണുന്നത് പോലെയാണ്, ഞാൻ എങ്ങനെ ജീവിക്കും? അങ്ങ് സുഖമില്ലാതെ കിടക്കുകയാണ്. അങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ എനിക്കാരാണ് രക്ഷ? ഇത് ഈ പറയുന്നത് പോലൊന്നുമല്ല. ചരിത്രത്തിൽ അതിങ്ങനെ വായിക്കുമ്പോൾ മല്ലനാ ബഅദക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ശേഷം ഞമ്മക്കൊക്കെ ആരാണ് നബി എന്ന് ചോദിക്കുമ്പോൾ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. ചരിത്രത്തിൽ ഇത് വായിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊസീബിക കുല്ല മുസ്ലിമിൻ, നിനക്ക് സംരക്ഷണം നൽകാൻ ഞാൻ മുസ്ലിം ബഹുജനത്തോട് വസിയത്ത് ചെയ്യുന്നു. മുസ്ലിം പൊതുജനത്തിൻ്റെ ബാധ്യതയാണ് നിന്നെ സംരക്ഷിക്കൽ. അവിടെയൊക്കെ സമയം ഉണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ നബി ഉപയോഗിക്കുന്ന ഈ കാഴ്ചപ്പാട് പരിശുദ്ധ ഫിഖ്ഹിൽ പിന്നെ നിയമമായി വന്നിട്ടുണ്ട്. നിയമങ്ങളൊക്കെ കൂട്ടി ചരിത്രത്തോട് ചേർത്ത് വായിക്കണം. നാട്ടിലൊരാൾക്ക് അന്നം കിട്ടുന്നില്ല, കിടപ്പാടമില്ല, അവനങ്ങനെ റോട്ടിൽ കിടന്നോട്ടെ എന്നല്ല, അവനെ സംരക്ഷിക്കാനുള്ള ചുമതല മുസ്ലിം പൊതുജനത്തിനുണ്ട്. മുസ്ലിം സർക്കാർ ഇല്ലെങ്കിൽ പൊതുജനത്തിനുണ്ടെന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. ഫഅല മയാസീരിൽ മുസ്ലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സംരക്ഷണം ഞാൻ മുസ്ലിം പൊതുജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇയാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി സുഖവും ആശ്വാസം വേണം. നിനക്ക് വേണ്ട സുഖവും സൗകര്യവും ഞാൻ ഇവിടെ ഒരുക്കി തരാം. മറ്റെവിടെയെങ്കിലും ഇസ്ലാമിൻ്റെ പ്രവിശ്യ സ്റ്റേറ്റ് വളർന്ന് വികസിച്ച് വലുതായിട്ടുണ്ട്, നിനക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ്. നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്, ജീവിക്കാൻ നല്ല സുഖമാണ്, ഇഷ്ടംപോലെ വെള്ളം, നെൽനദിയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധിപൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൊടുത്ത് ഇയാളെ പറഞ്ഞയച്ചു. അദ്ദേഹം അയാൾക്ക് ഒരുപാട് ഭൂമി പതിച്ചു കൊടുത്തു, വീടൊക്കെ വെച്ചു കൊടുത്തു. അയാൾ മരിക്കുമ്പോൾ
അയാൾക്ക് പിന്നെ അനന്തരവന്മാരില്ലാത്തത് കൊണ്ട് ആ സ്വത്ത് സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചു പിടിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരാരംഭരായ ആളുകളെ സംരക്ഷിക്കുന്ന മതമാണിത്. അത് നിയമമുള്ള മതമാണിത്. സക്കാത്ത് കൊടുക്കണം 2.5% സക്കാത്ത്. ഈ 2.5% സക്കാത്ത് കൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എങ്കിൽ തീർക്കൽ, അതിന് വേണ്ട പണം ചെലവഴിക്കൽ ധനാഢ്യന്മാരുടെ, മുതലാളിമാരുടെ, കയ്യിൽ കാശുള്ളവൻ്റെ കടമയാണ് എന്ന് ഫിഖ്ഹിൽ എഴുതി വച്ചിട്ടുണ്ട്. ഫിഖ്ഹിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളായ നിഹായ പോലത്തെ ഗ്രന്ഥങ്ങൾ, മറ്റു പല മദ്ഹബിലെയും ഗ്രന്ഥങ്ങൾ, ജീവിക്കാൻ മാർഗമില്ലാത്തവന് ജീവിതം ഒരുക്കി കൊടുക്കാൻ മുസ്ലിം പൊതുജനത്തിന്, കയ്യിൽ പണമുള്ളവന് മയാസീറുൽ മുസ്ലിമീൻ, ആശ്വാസമുള്ളവരുടെ കടമയാണെന്ന് പറയുന്നിടത്ത് ദിമ്മി അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് സഹവർത്തിത്വത്തിൽ കഴിയുന്ന ദിമ്മി പദവിയിലുള്ള ആളുകൾ പ്രകോപിപ്പിക്കാനും ആക്രമിക്കാനും വരുന്നവരുടെ കാര്യമല്ല. അത് ആരും ബുദ്ധിയുള്ളവരും പറയില്ലല്ലോ. അത് അവർക്ക് കൂടി ബാധകമാണെന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ചുരുക്കത്തിൽ ഇത് അശരണരുടെ, നിരാലംബരുടെ, കഷ്ടപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മതമാണ്. അവരെ സംരക്ഷിക്കണമെന്ന് വ്യക്തമായി നിയമം പുറപ്പെടുവിച്ചിട്ടുള്ള ചരിത്രം കണ്ട മഹാപുരുഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യന്റെ ചിന്താ സ്വാതന്ത്ര്യം ഇന്നും അറബി ലോകത്ത്, മുസ്ലിം ലോകത്ത് അതുണ്ട്. അവിടെയൊക്കെ വാളാണ്, അവിടെയൊക്കെ പിന്നെ ശരിയത്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇറാഖിനെ പറ്റി പറയാറുണ്ട്, സിറിയയെക്കുറിച്ച് പറയാറുണ്ട്. അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ബാസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇറാഖിൽ ഇപ്പോഴുണ്ട്, മറ്റു പല പ്രവിശ്യകളിലുണ്ട്. ഫമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യക്ഫുർ. വിശ്വാസം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവരെ ഒന്നും ചെയ്യാൻ, മേക്കിട്ട് കയറാനും വെട്ടിക്കൊല്ലാനും ഒരു നിയമം ഇസ്ലാം പുറപ്പെടുവിച്ചിട്ടില്ല. അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്, സംവാദങ്ങളുണ്ട്, വാദപ്രതിവാദങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ മുഴുവനും അഡ്രസ്സ് ചെയ്യുന്ന മതമാണ് ഇസ്ലാം. പിന്നെ നമ്മൾ അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള ചെറു ചെറു കാര്യങ്ങൾ അതല്ലല്ലോ പ്രധാനം. ഒരു വലിയ മതത്തിൻ്റെ വലിയ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അടിസ്ഥാന മൂല്യങ്ങളും നിയമങ്ങളും ബേസുകളുമാണ് പറയുന്നത്. വിശദമായ നിയമങ്ങൾ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിയമങ്ങൾ പറയുന്നതിൽ കൂടുതൽ നിയമങ്ങൾ ഉൾക്കൊള്ളാനുള്ള പ്രചോദനമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. ആഖിറത്തെക്കുറിച്ചാണ് ഖുർആൻ കൂടുതൽ സംസാരിക്കുന്നത്, മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കുട്ടികളെക്കുറിച്ചും വിധവകളെക്കുറിച്ചും നിരാരംഭരെക്കുറിച്ചുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. അസ്സായി അലൽ അർമല, അസ്സായി അലൽ മിസ്കീൻ, മിസ്കീനെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവൻ, റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ, വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അങ്ങനെ ചില വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കസ്സായിമില്ലദീ ലാ യുഫ്തിർ, നോമ്പ് എന്നും നോമ്പ് പിടിക്കുന്നവനെ പോലെയാണ്. വക്കൽ ഖായിമില്ലദീ ലാ യഫ്തിർ, തളരാതെ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവനെ പോലെയാണ്. വക്കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യോധനത്തിന് ഇറങ്ങിയവനെ പോലെയാണ്. അവർക്കൊക്കെയുള്ള പ്രതിഫലം ഉണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദീന്, ഈ റസൂല് മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. എല്ലാവരുടെയും പ്രവാചകനാണ്. എല്ലാവരെയും തലോടാൻ നിയുക്തനായ റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത്. നമ്മൾ നബിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട്. ഞാനിതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്നാലിപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ തെറിച്ച കുട്ടികൾ, പുതിയ തലമുറ, അവർക്കെന്താണ് നബിയുടെ ജീവിതത്തിൽ? അവരെയൊക്കെ കൂട്ടത്തോടെ നാശത്തിലേക്ക് നിന്ന് തള്ളിവിട്ട ആളാണ് അള്ളാഹുവിൻ്റെ റസൂല്? ഒരിക്കലുമല്ല. കുട്ടികളെ സ്വീകരിച്ചിരുന്ന റസൂലാണ്. ചെറുപ്പക്കാരുടെ തെറിപ്പ് അത് തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള റസൂലാണ്.
അവരെ ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുള്ള റസൂലല്ല. ഇസ്ലാമിൻ്റെ മിമ്പറിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ആളുകൾ നബിയെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഹസൻ ഹുസൈൻ 2 കുട്ടികൾ കടന്നു വരികയാണ്. പള്ളി നമ്മളെ ഇത് മറ്റേ മാർബിളോ അല്ലെങ്കിൽ വലിയ ടൈലോട്ട് ഫ്ലോർ ചെയ്തിട്ടൊന്നുമില്ല, മണലാണ്. അപ്പോൾ ഈ മണലിലൂടെ കുട്ടികൾ നടന്നു പറ്റിങ്ങൾ ഈ കാല് പതിയുന്നില്ല. മിമ്പറിൽ നിന്ന് ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 കുട്ടികളെയും കോരിയെടുത്ത് കൊണ്ടുവന്ന് ജനങ്ങളോട് കാര്യം പറഞ്ഞ് ഖുതുബ തുടർന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ നിന്ന് പൊന്തുന്നില്ല. ആളുകൾ വിചാരിച്ചു അല്ല അപകടം സംഭവിച്ചോ എന്ന്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ റസൂലുള്ളാഹി എഴുന്നേറ്റു. സുജൂദിൽ നിന്ന് ഉയർന്നു എന്നർത്ഥം. സലാം വീടിയതിൻ്റെ ശേഷം റസൂലുള്ളാഹി വിശദീകരണം കൊടുത്തു. ഞാൻ സുജൂദിൽ നിന്ന് ഉയരാൻ വൈകിയത് ഈ കുട്ടികൾ വന്ന് എൻ്റെ കഴുത്ത് കയറിയിരുന്നത് കൊണ്ടാണ്. അപ്പം ഹസൻ ഹുസൈൻ കുട്ടികൾ അവർക്ക് അവർ വല്യപ്പല്ലേ, നിസ്കാരം കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ അറിയില്ലല്ലോ. അപ്പം സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കയറിയിരുന്നു കുട്ടികൾ. അപ്പം കുട്ടികളെ വലിച്ചിടണ്ട, അവർക്ക് അലവസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് കുട്ടി അവർ ഇഷ്ടം തീർത്ത് സ്വയം പിന്മാറുന്നത് വരെ സുജൂദിൽ കിടന്നു. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കയ്യും കുത്തിയിട്ട്, അപ്പം കയ്യും കാലും കുത്തിയിട്ട് 4 കാല് 2 കയ്യ് 2 കാല്, എന്നിട്ട് കുട്ടികളെ പുറത്ത് കയറ്റിയിട്ട് കളിക്കുമായിരുന്നു. എന്നിട്ട് കുട്ടികളോട് പറയും, നിങ്ങളിപ്പോൾ കയറിയിട്ടുള്ള ഒട്ടകം നല്ല ഒട്ടകമാണ്, ഒട്ടകത്തിനാണല്ലോ 4 കാല്. ഇങ്ങനെ കുട്ടികളോട് ചേർന്ന് നിന്നിരുന്ന ആളാണ്. കുട്ടികളുടെ വസ്ത്രധാരണം അതിനൊക്കെ ഏതാണ്ട് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ആളാണ്. കുട്ടികളുടെ വസ്ത്രം വലിയൊരു വസ്ത്രം മാതിരിയല്ലല്ലോ. കുട്ടികളുടെ വലിയൊരു കാര്യത്തിലും കൂടുതൽ സംസാരിക്കാനുണ്ട്. അപ്പൊ കീറിയ വസ്ത്രം, ഇറക്കം കുറഞ്ഞ വസ്ത്രമൊക്കെ കുട്ടികളിടും. ഇതെല്ലാം കൂടി കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടികളാണ്. അപ്പൊ സദസ്സിന്റെ പരിമിതി എൻ്റെ കൂടി പരിമിതി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കടക്കണില്ല. ന്യൂജൻ സമൂഹത്തെ, പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്ന നബിയെയാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോന്ന് നമ്മൾ ഉള്ളിൽ കണ്ട അതുണ്ടോ എന്ന് അന്വേഷിച്ച് വായിച്ചു പോകുമ്പോൾ, സീറ പഠിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. കളിയും ചിരി ഉണ്ടായിരുന്നു നബിയുടെ ജീവിതത്തിൽ. പന്ത് കളിച്ചാൽ വലിയ പ്രശ്നമായി, വോളിബോൾ കളിച്ചാൽ പ്രശ്നമായി. അങ്ങനെ എല്ലാ സംഗതികളെയും മൊത്തമായും ചില്ലറയായും തള്ളിക്കളിയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം അന്നുണ്ടായിരുന്ന ചില കളികളുണ്ട്. ആ കളികൾ അള്ളാന്റെ റസൂൽ കണ്ടിരുന്നു, വീട്ടിലുള്ളവരെ കാണാൻ പ്രേരിപ്പിച്ചിരുന്നു. കായിക പ്രകടനം, കായിക പരിശീലനം, എത്യോപ്യയിൽ നിന്ന് വന്ന മസിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ അവര് കളിക്കുന്ന കളിയുണ്ട്. നൃത്തമെന്നോ മറ്റോ അതിന് നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അത് അവർ ആയോധന കലകളെന്നോ മറ്റോ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. അപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാന്റെ റസൂൽ എനിക്കത് കാണാൻ താല്പര്യമുണ്ടോ, കാരണം ആയിഷ ബീബി പ്രായം കുറഞ്ഞ കുട്ടിയാണ്, കാണാൻ താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചു നബി. താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീബിയെ അള്ളാന്റെ റസൂൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഈ പള്ളിയുടെ വാതിലിൽ നിന്ന് റസൂലുള്ള കൂടെ നിന്ന്, എന്നിട്ടിങ്ങനെ ചരിത്രത്തൊക്കെ അവർ കൃത്യമായിട്ടാണ് പറയുന്നത്. നമ്മൾ വാതിൽ കട്ടില എന്ന് പറയുന്ന മാതിരി 2 ഭാഗത്തും കൈ ഇങ്ങനെ വെച്ചിട്ട് ആയിഷ ബീവിയെ പിന്നിൽ നിർത്തിയിട്ട് ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ഇങ്ങനെ വെച്ച കയ്യിൻ്റെ ഇവിടെ താടയിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, മതി ആയിഷ. അപ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുമല്ലോ മിണ്ടാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി ആയിഷ ബീവി നിർത്താൻ വിസമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു മതി ആയിഷ. 3-ാം പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി മതിയാക്കിയിട്ട് പോയത്. വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പാട്ടുണ്ട്, വെയ്ത്തുണ്ട്, റബീഉൽ അവ്വലാണ്, സംഗീതം ഉണ്ടാകും. അതൊക്കെ ഇസ്ലാമിൽ അതിൻ്റെതായ നിയമങ്ങളോടെ പരിധികൾ വെച്ചിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. കൊല്ലാൻ വിധിയുള്ള ഒരാള് രക്ഷപ്പെടാൻ വേണ്ടി ആരും കാണാതെ
നബി ഇരിക്കുന്നിടത്ത് കടന്നു വരികയാണ്. അയാളെ കണ്ടാൽ കൊന്നുകളയാൻ വിധിയുണ്ട്. പക്ഷെ അയാൾ ആരുടെയെങ്കിലും മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടൂല എന്ന് കണ്ടിട്ട് എങ്ങനെയോ ഒളിഞ്ഞു മറിഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരികയാണ്. അയാൾ വലിയ സാഹിത്യകാരനായിരുന്നു, കവിയായിരുന്നു. ഇപ്പോഴും ആളുകൾ അറബി സാഹിത്യ പഠനത്തിന്റെ ഭാഗമായിട്ട് ആ കവിത തീർത്തും പഠിക്കുന്നുണ്ട്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം കവിത ചൊല്ലാൻ തുടങ്ങി. ഇന്ന റസൂല ലസൈഫുൻ യുസ്തല്ലാഉ ബിഹി എന്ന പ്രസിദ്ധമായ വരി അവിടെ എത്തുമ്പോഴത്തേക്ക് റസൂലുള്ള ആവേശഭരിതനായി എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട്. ഒരു പെരുന്നാൾ ദിനത്തിൽ റസൂലുള്ള കട്ടിലിൽ കിടക്കുന്നു, കുട്ടികൾ തായിരുന്ന് പാട്ട് പാടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കാരണം അമ്മോശനാണല്ലോ, പെരുന്നാളൊക്കെ ആയിട്ട് അമ്മോശം വന്നതാണ്. അപ്പോൾ ഈ പിശാചിന്റെ വാദ്യോപകരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധാനത്തിലോ എന്ന് ചോദിച്ച് സിദ്ദീഖ് എന്നൊരു കുപിതനായി. അപ്പം തിരിഞ്ഞു കഴിഞ്ഞിരുന്ന നബി, പെരുന്നാളല്ലേ, കുട്ടികളല്ലേ പാടിക്കോട്ടെ, ഈ മദീനത്തെ ജൂതന്മാര് മനസ്സിലാക്കട്ടെ, നമ്മുടെ ദീൻ വിശാലമാണ്. ഇത് ഇന്ദ്രിയ നിഗ്രഹണത്തിന്റെ കെബത്തിന്റെ ദീനല്ല. അത് പാടില്ല, ഇത് പാടില്ല എന്ന് കൊട്ടക്കണക്കിന് പറയുന്ന ദീനല്ലത്. കാര്യകാരണ സഹിതം പറ്റുന്നത് പറ്റും, പറ്റാത്തത് പറ്റൂല എന്നൊക്കെ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ദീനാണ്. പാട്ട് തുടരാൻ അനുവദിച്ചു. അപ്പോൾ ഈ വീട്ടിൽ ഈ ദീനിൽ പാട്ടുണ്ട്, കലയുണ്ട്, ആസ്വാദനമുണ്ട്. അവശജന വിഭാഗങ്ങൾക്ക് പരിരക്ഷയുണ്ട്. സ്ത്രീകൾക്ക് മനുഷ്യ ചരിത്രത്തിൽ തന്നെ കിട്ടാത്ത വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ദീനാണ് ഈ ദീന്. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകം വലിയ പ്രശ്നമായി കാണുന്ന വലിയ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ഈ ദീൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വളരെ പരിഷ്കൃതമായ സമീപനമാണ് അക്കാര്യങ്ങളിലൊക്കെ ഈ ദീൻ സ്വീകരിച്ചു പോരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണിത്. ഇതൊക്കെ ഇപ്പോൾ വളരെ വിശാലമായിട്ട് ഓരോന്നും ചാപ്റ്ററുകളായിട്ട് പറഞ്ഞു തീർക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദസ്സിനും പരിമിതിയുണ്ട്, എനിക്കും പരിമിതിയുണ്ട്, സമയത്തിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുക. ആരെന്ത് പറഞ്ഞാലും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഒരാൾക്ക് വന്നിട്ട് ഒരു പുതിയ അറിവോ ഒരു പുതിയ ഉൾക്കാഴ്ചയോ ഇല്ലാതെ നിരാശപ്പെട്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പഠിക്കുക. കുറെ കേൾക്കുമ്പോൾ നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പ്രചോദിതരാവുക. പിന്നെ നബിയോടുള്ള ഇഷ്ടം, ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ അറിയുമ്പോൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് കൂടുക. അൽ മർഉ മഅ മൻ അഹബ്. ഏതൊരു മനുഷ്യനും അവൻ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ്. ആൾ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ തന്നെ, സ്വർഗം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മുത്തുനബിയോടുള്ള ഹുബ്ബ് നമ്മളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.